എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാമെന്നുള്ളതാണ്. അതിനോടൊപ്പം ഈ 2020 2021 ഫോട്ടോഷോപ്പിൽ വന്നിട്ടുള്ള ഒരു പുതിയ ടൂളിനെ പരിചയപ്പെടുത്തുകൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഫോട്ടോ ഓപ്പൺ ചെയ്യാം. ഫോട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ Ctrl+J അടിക്കുക ആദ്യം തന്നെ. അപ്പോൾ ആ ലെയർ ഇവിടെ കോപ്പി ആയിട്ടുണ്ട്. കോപ്പി ആയി കഴിഞ്ഞ ശേഷം നമ്മളിവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിൽ സെലക്ട് ചെയ്ത് പിടിക്കുക. ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ആക്കുക. എന്നിട്ട് ഇവിടെ സെലക്ട് സബ്ജക്റ്റ് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സെലക്ഷൻ നമുക്ക് സെലക്ട് ആൻഡ് മാസ്ക് കൊടുത്ത് പുതിയൊരു ലെയറിലേക്ക് ആഡ് ചെയ്യാം. സെലക്ട് ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലെയർ ഇൻവിസിബിൾ ആക്കുക. രണ്ടാമത്തെ ലെയർ വിസിബിൾ ആക്കുക. രണ്ടാമത്തെ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ലാസോ ടൂൾ എടുത്ത് നിങ്ങളുടെ സബ്ജക്റ്റ് ഒന്ന് വെറുതെ സെലക്ട് ചെയ്യുക. റഫായിട്ട് സെലക്ട് ചെയ്താൽ മതി. റഫായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇമേജിലല്ല എഡിറ്റിൽ പോയിട്ട് ഫില്ല് കൊടുക്കുക. കോണ്ടന്റ് അവെയർ സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. വെറുതെ പുറത്ത് എവിടെയെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ കൊടുക്കുക. അതിൽ ലെൻസ് ബ്ലർ എടുക്കുക. ലെൻസ് ബ്ലർ എടുക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീനാണ് വരുന്നത്. അതിൽ ഇവിടെ X7 6 അല്ലേ എന്ന് നോക്കുക. ത്രെഷോൾഡ് 255 തന്നെ അല്ലേ നോക്കുക. എന്നിട്ട് ഇവിടെ റേഡിയസ് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ബ്ലർ കൂടും കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് മൂന്നാമത്തെ ലെയർ വിസിബിൾ ആക്കുക. ഇപ്പോൾ ഉണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ബ്ലറായി കഴിഞ്ഞു. ഇനി ഈ ഫയൽ സേവ് ചെയ്യാം. സേവ് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. JPG കൊടുക്കാം. JPG കൊടുക്കുക. സേവ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ആ ഫോട്ടോ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഞെക്കുക. ഓക്കെ, ബൈ.